അതിസമ്പന്നതയിൽ ജനിച്ചു വളർന്ന ചാൾസ് റോൾസിൻ്റെയും അതിദാരിദ്ര്യത്തിൽ ജനിച്ചു വളർന്ന ഹെൻറി റോയ്സിൻ്റെയും കണ്ടുമുട്ടലായിരുന്നു റോൾസ് റോയ്സ് എന്ന കാറിൻ്റെ പിറവിക്ക് കാരണം. കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ നിന്ന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ചാൾസ് റോൾസ് പഠനത്തിന് ശേഷം വാഹന ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു. അതിദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന ഹെൻറി റോയ്സ് മറ്റ് പലരുടെയും സഹായത്താൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. പിന്നീട് ഡോർബെല്ലുകളും ഡൈനോമകളും നിർമ്മിക്കുന്ന ഒരു കമ്പനി തുടങ്ങുന്നു. ഇതിനിടയിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ഡെക്കോവില്ല കാർ വാങ്ങുന്നു. കാറിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കിയ റോയ്സ് തൻ്റേതായ രീതിയിൽ മാറ്റം വരുത്തി പെട്രോൾ എഞ്ചിൻ ഘടിപ്പിച്ച പുതിയ ഡെക്കോവില്ലയുമായി നഗരത്തിലേക്ക് ഇറങ്ങുന്നു. ഒരു സുഹൃത്തു വഴി റോയ്സ് നിർമ്മിച്ച കാറിനെ പറ്റി അറിയുന്നു. 1904 മെയ് 4 മാഞ്ചസ്റ്ററിൽ വെച്ച് റോയ്സ് നിർമ്മിച്ച കാർ ഓടിച്ചു നോക്കിയിട്ട് പറയുന്നു, ഇതുപോലത്തെ കാറുകൾ താങ്കൾ എത്ര എണ്ണം വേണമെങ്കിലും നിർമ്മിച്ചോളൂ, എൻ്റെ കമ്പനിയിലൂടെ ഞാനതെല്ലാം വിറ്റുതരാമെന്ന്. റോൾസ് റോയ്സ് എന്ന കാർ കമ്പനിയുടെ പിറവി സംഭവിച്ച നിമിഷം അതായിരുന്നു.